പെരുമ്പാവൂർ കണ്ടംതറ ബായ് കോളനിയിലെ അനധികൃത നിർമ്മാണങ്ങളും വൃത്തിഹീനമായ സാഹചര്യങ്ങളും കണ്ടെത്താൻ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനയിൽ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കണ്ടെത്തിയതായും ഇവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പെരുമ്പാവൂർ പോലീസിന്റെയും സഹായത്തോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ കണ്ടന്തറ ബായ് കോളനിയിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ നിരവധി അനധികൃത നിർമ്മാണങ്ങളും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. അനധികൃത നിർമ്മാണങ്ങൾക്കും അനധികൃതമായും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾക്കും എതിരെ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. പഞ്ചായത്തിന്റെ നമ്പറില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഇവിടെ ധാരാളമുണ്ടെന്ന് വ്യക്തമായി. ഇവയ്ക്കെല്ലാം അധികൃതർ നോട്ടീസ് നൽകും. ചിലയിടങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ അടക്കമുള്ളവ ശുചിമുറികൾക്ക് ഉള്ളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം കെട്ടിടങ്ങളിൽ നിന്നും പ്രത്യേകം കുഴലുകൾ വഴി നേരെ തൊട്ടടുത്തുള്ള തോടുകളിലേക്കാണ് മലിനജലം ഒഴുക്കുന്നത് എന്നത് ആരോഗ്യവകുപ്പ് അധികൃതരുടെയും ശ്രദ്ധയിൽ പ്പെട്ടിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയതായും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം വാഴക്കുളം പഞ്ചായത്ത് 10-ാം വാർഡിലെ ബായ് കോളനി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പഞ്ചായത്ത് സംയുക്തമായിട്ട് പഞ്ചായത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് നടത്തിയ പരിശോധനയിൽ നിയമവിരുദ്ധമായി ഒരുപാട് ബിൽഡിങ്ങുകളും മറ്റു സാധനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോധ്യമായി. ആയതുകൊണ്ട് തുടർ നടപടികൾ ഇനി പഞ്ചായത്ത് കമ്മിറ്റിയും മറ്റു ഇതായിട്ട് നിയമ നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും. യാതൊരു സംശയത്തില്ല. നിയമാനുസൃതമല്ലാത്ത എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമായി നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ലഹരി വ്യാപനവും ഇതുവഴിയുള്ള അതിക്രമങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയതോടെയാണ് വെങ്ങോല, വാഴക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ബായ് കോളനിക്കെതിരെ നടപടികളുമായി അധികൃതർ രംഗത്ത് വരാൻ കാരണം. ഇവിടെ ലഹരി വിൽപ്പനയും അനാശാസ്യ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുവാൻ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു. എന്നാൽ ജനകീയ സമിതി പ്രവർത്തകർ അതിഥി തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതായി കാണിച്ചു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവങ്ങളും ഉണ്ടായി. ഇതോടെയാണ് രണ്ട് പഞ്ചായത്തുകളും ഇടപെട്ട് കണ്ടന്തറയിലെ ബായ് കോളനികൾക്ക് എതിരെ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത്. അതേ തുടർന്നാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയും. പഞ്ചായത്ത് സംയുക്തമായി ബായ് കോളനിയിൽ നടത്തിയ പരിശോധനയിൽ ഒരുപാട് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ നോട്ടീസ് കൊടുക്കുവാനും തുടർ നടപടികൾ സ്വീകരിക്കുവാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പരിശോധനകൾ ഒരു പ്രഹസനമാക്കരുത് എന്നും ഇതിന് തുടർ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.